guys, welcome back to my channel 24 Focus in Kerala. Friends, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക റോസ്റ്റ് വിത്ത് നൂഡിൽസ് ആണ്. നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസുകൾ, നല്ല ലൈക്ക് ആൻഡ് ഷെയർ, അതുപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് കക്ക റോസ്റ്റ് റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ള ഒരു ഡിഷ് വിത്ത് നൂഡിൽസ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കക്ക നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ 1/2 കിലോളം കക്കയുണ്ട്. ഇത് നല്ല ഇതിൻ്റെ അകത്ത് ചരൽ മണ്ണുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഈ കായൽ പ്രദേശത്തുനിന്ന് കൊണ്ടുവരുന്നതായുണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു 3-4 തവണയെങ്കിലും നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം ഇത് ശകലം ഉപ്പും ശകലം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ചൂടുവെള്ളത്തിനകത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇട്ടതിന് ശേഷം അത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി റെഡിയാക്കണം. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്കിത് ഒന്ന് കുക്കറിനകത്തേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിനകത്തേക്ക് വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒന്ന് നേരെയാക്കി ഒന്ന് കൊടുത്തേക്കാം. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തേക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കുക്കറിൻ്റെ മൂടി കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന്. അതായത് നമ്മുടെ കക്ക വേകുന്ന ഒരു സമയത്തിന് മുമ്പ് അത് തൊട്ടപ്പുറത്ത് നമ്മൾ വേറൊരു സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മസാല കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിന് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് കടുക് ഒന്ന് പൊട്ടാൻ കുറച്ചൊരു ടൈം ഒന്ന് എടുക്കണം. അപ്പോൾ കടുക് ഏതാണ്ട് പൊട്ടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി നീളത്തിൽ അല്ലെങ്കിൽ വട്ടത്തിലൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കറിവേപ്പിലയും പത്തരമുളകൊന്നും ഒരിക്കലും നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ എണ്ണ ഒഴിച്ച് കാതി ഇട്ട് കൊടുക്കരുത്. കാരണം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി. നമ്മൾ വെളുത്തുള്ളി വട്ടത്തിലാണ് അരിയേണ്ടത്, നീളത്തിലല്ല. അപ്പോൾ അത് 2 ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണം. കാരണം ഈ വെളുത്തുള്ളിയുടെ ഒരു കപ്പങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക്, ഒരു പച്ചമുളക് 4 അരിഞ്ഞത്, അതായത് നീളത്തിലെടുത്തിട്ട് ഈ ഒരു രീതിയിലരിഞ്ഞത് അതിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പത്തലമുളക്, അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 2-3 മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഒരു പിടി മതി. അല്ലെങ്കിൽ ഒരു പിടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 2-3 ഇതൾ മതി. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 അല്ലെങ്കിൽ 3-4 എണ്ണം മതി. നമുക്കൊരു 1/2 കിലോകളാണ് നമ്മൾ കക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സവോളയ്ക്കൊരു കത്തലുണ്ട്. അപ്പോൾ ആ കത്തൽ നമുക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഉപ്പ് അങ്ങോട്ട് വിതറി കൊടുക്കും മുകളിലോട്ട്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തൽ മണമൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെറുനാരങ്ങ, അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി, ഒരു പൊടിച്ചൊരു വിനാഗിരി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി ഒഴിക്കരുത്. അടുത്തത് പിന്നെ നമ്മൾ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത് അതും അവനോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. പിന്നെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ
ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ ഒരുപാട് കൂട്ടണ്ട. ഇത് നമുക്ക് രണ്ടാമത് ഇതിൻ്റെ ആവശ്യം വരും, അന്നിപ്പോൾ നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നേരം വെച്ചതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് തുറന്ന് കൊടുക്കണം. തുറന്ന് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മറ്റ് മസാല ഐറ്റംസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. ചെറുതായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ ഫ്ലെയിം നമ്മൾ കുറച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ, ഒരുപാടൊന്നും അതിനൊന്നും കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു ടീസ്പൂണൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് മസാലയാണ്. ഇതൊക്കെ നമ്മൾ ഒരു സ്പൂൺ വെച്ചൊക്കെ ഇട്ടാൽ മതി. ഒരു ഇപ്പം 1/4 കിലോയുടെ ആണെങ്കിൽ അതിനുണ്ട് ഒരു 1/4 ടീസ്പൂണ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച്, നമുക്കറിയാമല്ലോ, ആ ഒരു ഇതിനനുസരിച്ച് കൺസിസ്റ്റൻസിയിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് കാശ്മീരി പൊടിയും കൂടെ നമ്മളിതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൊടുത്തിരിക്കുക. നമ്മുടെ അടിപൊളി സെറ്റപ്പായി വന്നിരിക്കുകയാണ് നമ്മുടെ കക്ക റോസ്റ്റ്. നല്ല ക്രിസ്പി ഷൈനി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി സെറ്റപ്പ് മണവും കാര്യങ്ങളൊക്കെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കുറച്ചായിരുന്നു ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കേണ്ടതെന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ അങ്ങോട്ട് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ കൊള്ളാതിരിക്കണം, നമ്മൾ ഇതുപോലെ ഒരു വെച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് സെറ്റപ്പായിട്ട് ഇവനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കും. ഒരു വെറൈറ്റി ഒരു സംഭവമൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യമുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേണ്ട, നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ഒരു സ്പൈസി ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാല പൊടിച്ചത് അതൊരു 1/2 ടീസ്പൂണൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏതാണ്ട് റെഡിയാക്കി വരുന്നുണ്ട്. ഇനി നല്ലതായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ റോസ്റ്റ് ഏതാണ്ടൊക്കെ സെറ്റപ്പായി വന്നിരിക്കുകയാണ്. ഒരു വെറൈറ്റി ഒരു സംഭവമായി വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ മേടിച്ച് കക്ക മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കണം. നമ്മൾ നേരെ അടുത്ത വീഡിയോയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റോസ്റ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പം നൂഡിൽസ് റെഡിയാക്കുവാണ്. അപ്പോൾ നമ്മൾ സൺഫീസ്റ്റിൻ്റെ ഇപ്പിയുടെ ഒരു പാക്കറ്റ് മാജിക് മസാല എന്ന് പറഞ്ഞാൽ അതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് 46 രൂപയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരെണ്ണം മേടിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഒരു 1/2 കിലോയുടെ റോസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 മസാലയുടെ പാക്കറ്റാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 4 പീസായിട്ടാണ് ഇതിൻ്റെ ഉള്ളത്. നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടിയിടുക. ഇതിനകത്ത് നേരെ കടുകോ മറ്റുള്ള ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില ഒന്നും ഇടണ്ട. കാരണം നേരത്തെ നമ്മൾ റോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ആവശ്യമായിട്ടുള്ളത് ഐറ്റംസ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അത് നമ്മൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊന്ന് ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നേരെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് വേണ്ട ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ക്യാപ്സിക്കം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ചൊന്ന് വാടി വരാൻ ടൈം എടുക്കും. അടുത്തത് നമുക്ക് വേണ്ടത് ക്യാരറ്റ് നല്ല സ്ലൈസ് ആക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിൽ നമ്മളങ്ങ് അരിഞ്ഞിരിക്കുന്നതാണ്. ഇതിന് ചെറുതായിട്ട് അരിയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, ഇച്ചിരി ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ തക്കാളിപ്പഴം ഒന്ന് മതി കേട്ടോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം നമ്മൾ റോസ്റ്റുമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുണ്ട്. രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക.
നമ്മൾ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കണം, ഒരുപാട് വേണ്ട. കാരണം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം, നമ്മുടെ സെറ്റപ്പ് എല്ലാം അങ്ങ് പോകും. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ഫുള്ളിടണ്ട, ഈ മല്ലിയില നമുക്ക് ബാക്കി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കണം, ചെറുതായിട്ടൊന്ന് വാടുന്നിടം വരെ. ഇതെങ്ങനെയൊന്ന് ചെറുതായിട്ട് ഞെക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു പാത്രം വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കണം. ഒരു 5-10 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിതൊന്ന് മൂടിയൊന്ന് മാറ്റി കൊടുക്കണം. അതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്കിനി അടുത്ത പരിപാടി ഏതാണ്ട് വാടി റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരു 2-3 ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കാൻ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ വെള്ളം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് നൂഡിൽസ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇടാം. ഇതാണ് അടുത്ത പരിപാടി. ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് പിന്നെ ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കണം. വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. വെള്ളം നമ്മൾ രണ്ടാമതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. മസാലയൊക്കെ ഇടുന്നതിന് മുമ്പ് വേണം വെള്ളം നമ്മൾ രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ മസാല നമുക്ക് തന്നിട്ടുണ്ട്. ആ മസാല തന്നെ ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ. എല്ലാ സാധനവും അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം. 4 മസാലയുണ്ട്, 4 എണ്ണം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ അവസാനത്തെ പരിപാടിയായ നമ്മുടെ നൂഡിൽസ് കക്കയായിട്ട് മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അത് നമ്മൾ ചിക്കൻ നൂഡിൽസ് ചെയ്യുന്ന അതേ വെറൈറ്റി തന്നെ ചിക്കൻ്റെ സ്ഥാനത്ത് നമ്മൾ കക്കയാണ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവനെ നമുക്ക് വായിക്കൂടെ കപ്പലോടുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവനെ നല്ല സെറ്റപ്പായിട്ട് നമ്മളെ മറിച്ചങ്ങ് കൊടുക്കണം. ഒരു ബിരിയാണി സ്റ്റൈലിൽ അങ്ങോട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് ഉടയ്ക്കണ്ട കേട്ടോ. ഒരുപാട് ഇട്ട് ഉടയ്ക്കാതെ നമുക്കിങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ അവസാനത്തെ പരിപാടിയായി മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് പ്ലേറ്റിനകത്തൊക്കെ ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കാം. പിന്നെ നമുക്ക് ചെറുനാരങ്ങ അങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം. എന്തേലും ഉപ്പിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എരിവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറി കിട്ടും. ഞാനൊരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഒരു വെറൈറ്റി സംഭവം. അപ്പോൾ ഗൈസ്, നമ്മുടെ കക്ക റോസ്റ്റ് വിത്ത് നൂഡിൽസ് അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും മുമ്പിൽ ഞാനിന്ന് കഴിച്ചു നോക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് എല്ലാവരും മറക്കാതെ ഉണ്ടാക്കുക. കക്കയും നൂഡിൽസും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കാം. സംഭവം പൊളിയായിട്ടുണ്ട്. വളരെ ക്രഞ്ചി ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ കക്കയൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ആ തേങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിന് വെറൈറ്റി സംഭവമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതുപുത്തൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതിയ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.